ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിർദ്ദേശിക്കാൻ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങളെല്ലാം എത്തിയിരുന്നു. ആരാകും പുതിയ സംസ്ഥാന അധ്യക്ഷനെന്ന് മുൻകാലത്തൊന്നുമില്ലാത്ത സസ്പെൻസ് എല്ലാവരുടെയും മുഖങ്ങളിൽ. തുടരുമെന്ന് പ്രതീക്ഷിച്ച കെ സുരേന്ദ്രനും സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന എം ടി രമേശും ശോഭാ സുരേന്ദ്രനും സസ്പെൻസിനായി കാത്തു. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം രാവിലെ 11:05 ആരംഭിച്ചത്. യോഗം തുടങ്ങി 15 മിനിറ്റ് ആകുമ്പോൾ ബിജെപിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്ന ചോദ്യത്തിന് മാതൃഭൂമി ന്യൂസിന് ഉത്തരം ലഭിച്ചു. പ്രവർത്തകരും നേതാക്കളും 3 മാസമായി കാത്തിരുന്ന ആ സസ്പെൻസിന് മാതൃഭൂമി ന്യൂസ് വിരാമമിട്ടു. കോർ കമ്മിറ്റി യോഗം അവസാനിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കോർ കമ്മിറ്റിയിൽ ഇന്നൊരൊറ്റ അജണ്ട മാത്രം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് നമുക്കിപ്പോൾ കൃത്യമായി ലഭിക്കുന്ന വിവരം രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നു. കോർ കമ്മിറ്റി യോഗത്തിൽ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗിയും ഒരുമിച്ച് പ്രഖ്യാപിച്ചു. കേന്ദ്ര നേതൃത്വം അറിയിക്കുന്നു രാജീവ് ചന്ദ്രശേഖറാണ് കേരളത്തിലെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ. സംസ്ഥാന ബിജെപിയിലെ പ്രബല ഗ്രൂപ്പുകളെ നയിക്കുന്ന വി മുരളീധരനും പി കെ കൃഷ്ണദാസും അടക്കമുള്ള നേതാക്കൾ കേട്ടിരുന്നു. പിന്തുണയ്ക്കുക എന്ന കടമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂറിനകം അധ്യക്ഷനെ തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ തിരുവായുണ്ടായില്ല. അപ്രതീക്ഷിത തീരുമാനത്തിലുള്ള ഞെട്ടൽ മനസ്സിലൊതുക്കി ഒറ്റപ്പെട്ട തുരുത്തുപോലെയായിരുന്നു പുറത്തിറങ്ങിയ നേതാക്കൾ. കേന്ദ്രത്തിന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ ഉറപ്പിക്കാൻ ആരും പിശുക്ക് കാട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു. ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടുതൽ ഊർജിതമായിട്ട് നീങ്ങും. യോഗ്യരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, അവരൊക്കെ പേര് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഒരു ചോയ്സ് എന്ന നിലക്കാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വന്നിട്ടുള്ളത്. കേരളത്തിൽ ബിജെപിയുടെ പ്രവർത്തന ശൈലി മാറുകയാണ്. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ മാത്രമായ ആൾ സംസ്ഥാന അധ്യക്ഷനാകുന്ന കാലം മാറി. അടിമുടി പ്രൊഫഷണലായ രാജീവ് ചന്ദ്രശേഖരനെ കടിഞ്ഞാണ് ഏൽപ്പിക്കുമ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ജനപിന്തുണയാണ്. ആ താളത്തിനൊപ്പം സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും നിൽക്കേണ്ടി വരും. ബിജെപി സംസ്ഥാന കാര്യാലയത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുതിർന്ന നേതാക്കളെല്ലാം പിന്തുണച്ച് ഒപ്പിട്ടിരുന്നു. പത്രിക സമർപ്പിക്കുന്ന സമയം ശോഭാ സുരേന്ദ്രന്റെ അസാന്നിധ്യം ചർച്ചയായി. എന്നാൽ ഒട്ടും വൈകാതെ എത്തിയ ശോഭാ സുരേന്ദ്രൻ കാരണം വിശദീകരിച്ചു. ഒപ്പം രാജീവ് ചന്ദ്രശേഖറിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. ഞങ്ങൾ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയല്ലേ തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയത്തോടടുത്ത ഒരു വ്യക്തി, ആ വ്യക്തി സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചർച്ച ചെയ്തതിനു ശേഷമാണല്ലോ തീരുമാനം. ബിജെപിയിലെ നേതൃമാറ്റത്തിന്റെ സന്തോഷം തുറന്ന മനസ്സോടെ പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. വാക്കുകളിൽ അത് പ്രകടമായി. വ്യക്തമല്ലേ? അല്ല, ഒരുപാട് നല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും നല്ല തീരുമാനം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാന അധ്യക്ഷനല്ലാത്തത് കൊണ്ട് തന്നെ പ്രവർത്തകരുടെ തള്ളിക്കയറ്റമോ ആഘോഷ പ്രകടനമോ ബിജെപി ഓഫീസിൽ കണ്ടില്ല. നാളെ ചേരുന്ന ബിജെപി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇതോടെ ബിജെപിയിൽ രാജീവ് ചന്ദ്രശേഖർ യുഗം തുടങ്ങുകയായി. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.